നാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള നിയറസ്റ്റ് സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്പോട്ടാണ് കേട്ടോ. തോടും പാടവും ഒക്കെ ആയിട്ട് നല്ലൊരു പീസ്ഫുൾ മൈൻഡ് ആകും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. പ്രകൃതി ആസ്വദിച്ചിരിക്കാനൊന്നല്ല നമ്മൾ പോകുന്നത്, നമ്മൾ നേരെ പോകുന്നത് ഒരു സൈറ്റിൽ കാണും കേട്ടോ. ഈ ഒരു സൈറ്റിലെ പ്ലാൻ ഞാനായിരുന്നു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ മറ്റൊരു ടീമാണ് കേട്ടോ. പൊതുവേ ഞാൻ കൺസ്ട്രക്ഷൻ എടുക്കാറില്ല, പ്ലാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കും, അതുപോലെ തന്നെ പെർമിഷൻ കംപ്ലീഷൻ ഫയലുകളൊക്കെ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. സൂപ്പർവിഷൻ ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ ഈ സൈറ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലയന്റ് ലൈക്ക് എ ഫാമിലി മെമ്പർ. ഇത് കണ്ടോ, ഈ 4 കള്ളിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വിൻഡോ ഞാൻ ഡൈനിങ് ഹാളിൽ ചെയ്തിട്ടുണ്ട്. സൈറ്റിൽ പോയി നോക്കുന്ന സമയത്ത് 3 മീറ്റർ മാത്രം ബ്രെഡ്ത്ത് വരുന്ന ഒരു ബെഡ്റൂമിൽക്കാണ് ഈ 4 കള്ളിന്റെ വിൻഡോ വെച്ചിട്ടുള്ളത്. ആ ഒരു ലൈറ്റ് ആൻഡ് വെന്റിലേഷന്റെ പ്രൊപ്പോർഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും കറക്റ്റ് ആകില്ല. അത് മാത്രമല്ല, ബെഡ്റൂമിൽ വെക്കാനുണ്ടായിരുന്ന 3 കള്ളിന്റെ വിൻഡോ ഇവര് അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്ന ഡൈനിങ് ഹാളിൽ വെച്ചു. ഇത് കണ്ടോ, ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് ഓരോ ലാബ് ഹൗസും പണിയെടുക്കുന്ന. അവർ റെസ്പെക്ട് ചെയ്യും. അവർ ചെയ്ത പണി പിന്നെ മാറ്റി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും. എനിക്ക് അറിയാവുന്ന ലാബ് ഹൗസ് ടീമാണ്, നല്ല എക്സ്പെർട്ട് ആയ ടീമാണ്. സോ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഒരു തെറ്റ് പറ്റാൻ ചാൻസ് ഇല്ല. ക്ലയന്റ് ഇവരെ കൂടി സംസാരിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിംഗിൽ പേരിൽ വന്നു പോയതാണ്. പിന്നെ വേണ്ട സൂപ്പർവിഷൻ ഒന്നും ഈ ഒരു സൈറ്റിൽ കിട്ടിയെന്ന് എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര തെറ്റുകളൊന്നും പറ്റൂലെന്നല്ലോ. കാരണം ഇത് മാത്രമല്ല, വിൻഡോസിന്റെ അളവിലൊക്കെ മാറ്റം എല്ലാ ക്ലയൻസിനോടും പറയാനുള്ളത്, പ്ലാൻ ഡിസൈൻ ചെയ്ത് ടീമിന്റെ കൺസ്ട്രക്ഷൻ എടുക്കണമെന്നൊന്നുമില്ല. ആര് കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർവൈസിങ് അവിടെ കറക്റ്റ് നടക്കണം. പ്ലാൻ ഡിസൈൻ ചെയ്ത ടീമല്ല ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി അവിടെ ഫോൾട്ട് വന്നാൽ ഈ ഫോൾട്ട് കംപ്ലീറ്റ് പ്ലാൻ ഡിസൈൻ ചെയ്ത ആളെ തലയെ കൊണ്ടുപോയി പ്ലാൻ ചെയ്തു എന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് എഞ്ചിനീയേഴ്സ് ഒക്കെ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം, ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. അതിന്റെ ബിഹൈൻഡിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. സോ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് പിന്നെ നമ്മളോട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. സോ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള പ്ലാൻ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്, ചെയ്തിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ നല്ല വൃത്തിക്ക് അത് മാറ്റി തന്നോളൂ. അതല്ലാണ്ട് ലാബോസിന് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും കാട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പിന്നെ ജിയാഞ്ചലി മൂഞ്ചലേ പാടി കുത്തിർക്കേണ്ടി വരും. ആകെ മൊത്തത്തിൽ അത് കൊളായി പോകും. നിങ്ങൾ പുതുതായിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ ബാദ്ഷാ.